ഒടുവിൽ ജപ്പാനും ആണവായുധം നിർമ്മിക്കുകയാണ്. സുരക്ഷാ സംബന്ധമായ കാര്യവുമായി ബന്ധപ്പെട്ട് ആണവായുധം നിർമ്മിക്കാൻ തത്വത്തിൽ ജപ്പാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ജപ്പാൻ്റെ നിലവിലെ ഭരണഘടനാ പ്രകാരം രാജ്യത്ത് ആണവായുധം നിർമ്മിക്കരുത് എന്ന് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വ്യവസ്ഥകൾ അവർ പല ഘട്ടങ്ങളിലായി ജനങ്ങളോട് പറയുകയും ലോകത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലവിലെ സ്ഥിതികൾ നമുക്ക് നോക്കാം. റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: 1967 മുതൽ 3 ആണവേതര തത്വങ്ങളിൽ ജപ്പാൻ ഒപ്പുവെച്ചു. അല്ലെങ്കിൽ ആ തത്വങ്ങൾ അവർ പാലിക്കുന്നു. ആണവായുധം കൈവശം വയ്ക്കില്ല, ഉണ്ടാക്കില്ല, രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഇതൊരു മുദ്രാവാക്യം പോലെയാണ്. 2026 മെയ് വരെയും ജപ്പാൻ ഔദ്യോഗികപരമായി ആണവായുധ രാഷ്ട്രമല്ല. ജപ്പാൻ സർക്കാർ ഇത് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ന്യൂക്ലിയർ അംബ്രല്ല കീഴിലാണ് ജപ്പാൻ. ആക്രമണമുണ്ടായാൽ അമേരിക്ക ആണവ പ്രതികരണം നൽകുമെന്നതാണ് സുരക്ഷാ ഗ്യാരണ്ടി. രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടുകൂടി അമേരിക്കയുടെ താൽപ്പര്യമുള്ള ഒരു ഭരണ സംവിധാനമാണ് ജപ്പാനിൽ വീണ്ടും പിന്നീട് അധികാരത്തിൽ വന്നത്. ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പ്രദേശം അമേരിക്ക അവരുടെ സ്വന്തമായിരിക്കുന്ന ഇഷ്ടപ്രകാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അതല്ലെങ്കിൽ ജപ്പാൻ നൽകി എന്നും പറയുന്നു. അവിടെ ഇപ്പോൾ നിലവിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസും സൈനിക താവളവും സൈനികരുമുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം 1947 ശേഷം തുടർച്ചയായ രീതിയിൽ അവരെ അവിടെ പ്രാക്ടിക്കൽ നടത്തുന്നു. അവിടേക്ക് യുദ്ധവിമാനങ്ങൾ വരുന്നു, തിരിച്ചു പോകുന്നു. അതിലിടപെടാൻ വേണ്ടിയിട്ട് ജപ്പാൻ സർക്കാരിന് അധികാരമില്ലാത്ത രീതിയിലാണ് ആ മേഖല അമേരിക്ക കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നിന്നായിരുന്നു 2025, അതായത് കഴിഞ്ഞ വർഷം, ഇറാനെ ആക്രമിക്കാൻ വേണ്ടി യുദ്ധവിമാനം ഉയർന്നു പോകുന്നത്. അതായത് ജപ്പാനിൽ നിന്ന് 35 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ 35 മണിക്കൂറും പറന്നിട്ടാണ് ഇറാനിലെ ഈ ആണവ റിയാക്ടറിന് നേരെ, ഇസ്ഫഹാനിലെ ആണവ റിയാക്ടറിന് നേരെ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് ആക്രമണം നടത്തിയത്. ഇതാണ് അവിടുത്തെ ജപ്പാനുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ജപ്പാൻ ആണവായുധം ഉണ്ടാക്കാൻ കഴിവുണ്ട്, എന്നാൽ ഉണ്ടാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. പ്ലൂട്ടോണിയം ശേഖരവുമായി ബന്ധപ്പെട്ട് 2025 ജപ്പാന് 44.4 ടൺ വേർതിരിച്ച പ്ലൂട്ടോണിയം ഉണ്ട്. ഇത് ആണവായുധമില്ലാത്ത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലാണ്. ചൈനയുടെ PLA ഡെയിലി പറയുന്നത് ഇതുകൊണ്ട് 5500 ആണവ ബോംബ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. സാങ്കേതിക ശേഷിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഫുഗാക്കു സൂപ്പർ കമ്പ്യൂട്ടറും GEKKO X22 ലേസർ സൗകര്യവും ആണവ സിമുലേഷന് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. രാഷ്ട്രീയ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് 2025 പ്രധാനമന്ത്രി സനെ തകായിച്ചിയുടെ അടുത്തുള്ള ഉദ്യോഗസ്ഥർ ജപ്പാൻ ആണവായുധം വേണമെന്ന് പറഞ്ഞതായി NHK റിപ്പോർട്ട് ചെയ്തു. പക്ഷേ തകായിച്ചി പ്രധാനമന്ത്രിയായ ശേഷം ആണവേതര നയം മാറ്റില്ലെന്ന് പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്? ഉത്തര കൊറിയയും ചൈനയും ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി, ജപ്പാനിൽ ന്യൂക്ലിയർ ഷെയറിംഗ്, അമേരിക്കയുടെ ആണവായുധം ജപ്പാനിൽ വിന്യസിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ച വർദ്ധിച്ചു. ചൈന ഈ വിഷയം UN ഉന്നയിച്ച് ജപ്പാൻ ആണവശേഷി പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനാൽ ജപ്പാൻ ആണവായുധം ഉണ്ടെന്ന് റിപ്പോർട്ട് ശരിയല്ല, പക്ഷേ ഉണ്ടാക്കാൻ കഴിയും, രാഷ്ട്രീയ ചർച്ചയുമുണ്ട് എന്നതാണ് ശരി. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചൈനയുടെ ഭീഷണിയുള്ള രാജ്യമാണ് ജപ്പാൻ. എന്നാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാന കാര്യങ്ങൾ എല്ലാ കാലത്തും തങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അമേരിക്ക ജപ്പാന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പല ഘട്ടത്തിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ജപ്പാൻ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സംയുക്തമായ രീതിയിൽ പ്രാക്ടിക്കൽ നടത്താറുണ്ട് ജപ്പാൻ്റെ സൈന്യവും അമേരിക്കൻ സൈന്യവും. ഇങ്ങനെയാണ് ഇതുവരെ പോയിരുന്നത്. എന്നാൽ ഇറാൻ യുദ്ധം തുടങ്ങിയതോടുകൂടി ലോക രാഷ്ട്രങ്ങളെല്ലാം റൂട്ട് മാറ്റിയാണ് സഞ്ചരിക്കുന്നത്. തങ്ങൾ സുരക്ഷിതരല്ലെന്നും അമേരിക്ക തന്നെ സുരക്ഷിതമല്ലാത്ത രാജ്യമാണെന്നും അവരെ 100% വിശ്വസിച്ച് കഴിഞ്ഞാൽ രാജ്യം മുന്നോട്ട് പോകില്ല, പുരോഗമനപരമായിരിക്കുന്ന കാര്യത്തിനൊക്കെ ഒരു സുരക്ഷാ കവചം ഒരുക്കൽ നിർബന്ധമാണ് എന്നുള്ളിടത്തേക്കും ലോകരാജ്യങ്ങളെത്തി, ജപ്പാനും എത്തി.
ജപ്പാനിൽ ഈ മാസം തന്നെ നമ്മൾ സംസാരിക്കുന്ന മെയ് മാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ ആഴ്ച വരെ ആണവായുധം വേണ്ട എന്ന അഭിപ്രായമായിരുന്നു. എന്നാൽ പിന്നീട് അതിന് നിലപാടിന് മാറ്റമുണ്ടായി. ആണവായുധമുള്ള രാജ്യത്തിന് സുരക്ഷിതത്വമുള്ളതുപോലെ മറ്റൊരു ലോക രാജ്യത്തിന് സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ രണ്ട് രീതിയിലാണ് കണക്കാക്കുന്നത്. ഒന്ന്, ആണവ ശേഷി ഉണ്ടാക്കാനുള്ള കഴിവ് ഇറാനുണ്ട്. അതല്ലെങ്കിൽ അപ്രഖ്യാപിത ആണവായുധം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ അമേരിക്ക എന്ന് പറയുന്ന സൂപ്പർ പവറായിരിക്കുന്ന രാജ്യത്തോട് കിടപിടിക്കാൻ മാത്രം ശക്തിയും ധൈര്യവും കിട്ടുന്നത്. ആയുധം ഉണ്ടാകുന്ന സമയത്തുള്ള ധൈര്യവും ആയുധമില്ലാത്ത സമയത്തുള്ള പേടിയും തമ്മിൽ വലിയ അന്തരവും വ്യത്യാസമുണ്ട്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം 1947 ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവ സ്ഫോടനം ഇട്ടതോട് കൂടിയിട്ട് രാജ്യം കീഴടങ്ങുന്നു. രാജഭരണമായിരുന്നു, ആ സംവിധാനം ഇല്ലാതാകുന്നു. പിന്നെ പുതിയ ഭരണ സംവിധാനമാണ് വന്ന പുതിയ ഭരണ സംവിധാനം പിന്നീട് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് നീങ്ങിയത്. ജപ്പാൻ പിന്നീട് ഇന്ന് നമ്മൾ കേൾക്കുന്ന അമേരിക്കയുടെ ശക്തി എത്രത്തോളം ഉണ്ടോ 1947 മുമ്പ് അല്ലെ 1940, 35, 20 കാലഘട്ടത്തിലൊക്കെ ആ ഒരു ക്രെഡിറ്റ് ഉള്ളത് ജപ്പാനായിരുന്നു. മറ്റ് ലോക രാജ്യങ്ങൾക്ക് അനാവശ്യമായ രീതിയിലും ആവശ്യമായ രീതിയിലൊക്കെ ഇടപെടുക, പ്രശ്നങ്ങളുണ്ടാക്കുക, യുദ്ധം ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ താല്പര്യമായിരുന്നു അന്ന് ജപ്പാൻ. രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോട് കൂടിയിട്ട് അതിൻ്റെ ആധിപത്യമാണ് അമേരിക്ക കിട്ടിയത്. അതുവരെ അമേരിക്ക ശ്രദ്ധിക്കപ്പെട്ട ഒരു രാജ്യമേ അല്ല. ഒന്നാം ലോക യുദ്ധത്തിലൊന്നും അമേരിക്ക ഈ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ശക്തിയോ പ്രൗഢിയോ ഇല്ലായിരുന്നു. അന്ന് ബ്രിട്ടൻ ആയിരുന്നു ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ ആയിരുന്നു ജയിച്ചത്. അവിടെയാണ് തുർക്കി പരാജയപ്പെട്ടതോടുകൂടിയാണ് അറേബ്യൻ വംശം അപ്പാടെ തന്നെ ബ്രിട്ടൻ്റെ കീഴിൽ വന്നത്. അങ്ങനെയാണ് പാലസ്തീൻ്റെ ഒരു ഭാഗമെങ്കിലും ഈ ബ്രിട്ടൻ്റെ കൈവശത്തിൽ വരുന്നതും ഇസ്രായേലികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ശ്രദ്ധ ചെലുത്താനുള്ള കാരണവും അതായിട്ടാണ് പറയപ്പെടുന്നത്. അഥവാ തുർക്കി സാമ്രാജ്യം തകർന്നു. ഖിലാഫത്ത് ഭരണ സംവിധാനം വീണതോടുകൂടി അവിടെ ആധിപത്യം ബ്രിട്ടൻ്റെ കൈവശത്തിലുണ്ടായി. അന്ന് അമേരിക്കയുടെ പേര് വളരെ താഴ്ന്ന രീതിയിലാണ് അറിയപ്പെട്ടത്. എന്നാൽ ലോകത്ത് ആണവായുധമുള്ള ഒരേ ഒരു രാജ്യം രണ്ടാം ലോക യുദ്ധത്തോടു കൂടി അമേരിക്ക മാത്രമായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജപ്പാനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആണവ സ്ഫോടനം നടത്തുക എന്നത് മാത്രമല്ല, ആണവ സ്ഫോടനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടി ഒരു ഈ പഠനം നടത്തുക കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും കണ്ടത്. അതോടുകൂടി പിന്നീട് ലോക രാജ്യങ്ങൾക്ക് ആരുടെ കൈവശത്തിലും അന്നത്തെ സ്ഥിതിക്ക് ആണവായുധമില്ല, സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിൽ പോലുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് ഈ അമേരിക്ക ലോകപ്രസിദ്ധമായിട്ട് അറിയപ്പെടുന്നത്. ഇന്നത്തെ ജപ്പാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ഭരണം നടക്കുന്നുണ്ട്, സംവിധാനങ്ങളുണ്ട്, കലാപങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭീഷണികൾ മാത്രം, ചൈനയുടെ ഒക്കെ ഭീഷണികളുണ്ട് എന്നല്ലാതെ അതൊരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ആ രാജ്യം സുരക്ഷിതമല്ല. അമേരിക്കയുടെ കയ്യിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്ന മണ്ടത്തരമാണ് എന്ന അഭിപ്രായം ഇപ്പോൾ ജപ്പാൻകാർക്കുണ്ടായിരിക്കുന്നു. ആണവ ശേഖരണം നടത്താൻ വേണ്ടി ആണവായുധം ഉണ്ടാക്കാൻ ശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല? അതിന് അമേരിക്ക എതിർക്കുകയാണെങ്കിൽ എതിർക്കുന്ന അമേരിക്കയെ എതിർക്കണം. അങ്ങനെ എതിർത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മളെപ്പോലെ ശക്തിയില്ലാത്ത ഇറാൻ എന്ന് പറയുന്ന രാജ്യം പോലും തെളിയിച്ചിരിക്കുന്നു. എതിർക്കുകയാണെങ്കിൽ, പ്രതിരോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്രമണത്തിന് തിരിച്ച് ആക്രമണം നടത്തുകയാണെങ്കിൽ പരാജയപ്പെടുത്താൻ മാത്രമേ ലോകത്തിലെ സംഘബലമുള്ള ശക്തികൾക്കുള്ളൂ എന്ന് ഉക്രൈൻ റഷ്യക്ക് മേലെ തെളിയിച്ചിരിക്കുന്നു. ഗസക്കാർ ഇസ്രായേലിന് മേലെ തെളിയിച്ചിരിക്കുന്നു. ഇറാൻ അമേരിക്കയ്ക്ക് മേലെ തെളിയിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മളെപ്പോലുള്ളൊരു ശക്തിയുള്ള രാജ്യം പുറകോട്ട് പോകുന്നത് ഉചിതമല്ല. അതുകൊണ്ട് നിർബന്ധമായി ആണവായുധം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കപ്പെട്ടു, ജപ്പാൻ ആണവായുധം ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എങ്ങനെയാണെങ്കിലും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളുള്ള സമയത്ത് ആദ്യം ഭരണാധികാരികളിൽ എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് പ്രതികരിച്ചിട്ടുള്ള പ്രതികരണം ഗുണമാണോ ദോഷമാണോ ഏത് തരത്തിലേക്കാണ് മാറുക എന്ന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സ്ഥിതി അമേരിക്കക്കുണ്ട്. അപ്പോൾ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ ആണവായുധം ഉണ്ടാക്കും. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അത് അനിവാര്യമായിരിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇറാൻ്റെ കൈവശത്തിൽ യഥാർത്ഥത്തിൽ ആണവായുധം ഉണ്ട് എന്നാണ് ലോകം വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലൊക്കെ ഇസ്രായേൽ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. സമ്പുഷ്ട യുറേനിയം ഒക്കെ ആവർത്തിച്ച് പറയുന്ന സമയത്തും അവരുടെ കൈവശത്തിൽ ഇത് ഉണ്ടോ എന്ന് സംശയമുണ്ട്. അത് ഒന്നുകിൽ റഷ്യയുടെ കൈവശത്തിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആളില്ലാത്ത മരുഭൂമിയിൽ അവർ സുരക്ഷിത മേഖലയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ആളില്ലാത്ത മരുഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ്റെയും
അതിർത്തി പങ്കിടുന്ന മേഖലകൾ ഏകദേശം 25 മുതൽ 60 കിലോമീറ്റർ ജനസഞ്ചാരമില്ലാത്ത